ഡി ബി ഡ്രസ്സിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഡി ബി ഡ്രസ്സിങ്ങിനെ പറ്റി നമ്മൾ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ബ്ലോക്ക് ഡയഗ്രവും സർക്യൂട്ട് ഡയഗ്രാം ഇലക്ട്രോണിക് മേഖലകളായിട്ടാണ് അത് ബന്ധപ്പെടുന്നത്. എന്നാൽ ഇലക്ട്രിക്കലിന് അത് ഉപകരിക്കും. അപ്പോഴാദ്യം ഒരു ബ്ലോക്ക് വരയ്ക്കാം. ഇതാണ് ഐസൊലേറ്റർ. ഇത് സിംഗിൾ ഫേസ് ഐസൊലേറ്റർ ഉണ്ട്, 3 ഫേസ് ഐസൊലേറ്റർ ഉണ്ട്. ശരിക്കും ഒരു മെയിൻ സ്വിച്ച് പോലെ തന്നെയാണ്. ഇത് ട്രിപ്പിംഗ് ഒന്നും ആവത്തൊന്നുമില്ല. ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ മീറ്റർ ബോഡിയിൽ നിന്ന് വരുന്ന വയറാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇൻപുട്ട് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ബോഡിയിൽ നിന്ന് വരുന്നത്. ഇതാണ് ഇൻപുട്ട്. അതായത് 230 വോൾട്ട് അല്ലേ, 230 വോൾട്ട്, 50 ഹെർട്സ്. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ പോകുന്നത്, അത് ഓർത്തിരിക്കണം, RCC, റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. ELCB, RCCB എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എന്നിട്ട് ഈ RCCB റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഔട്ട്പുട്ട് നേരെ എങ്ങോട്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ടു MCB. MCB എന്ന് പറഞ്ഞാൽ ഒരു MCB അല്ല, ഒന്നിൽ കൂടുതൽ MCB ഉണ്ട്. ഇങ്ങനെ ഒരുപാട് MCBകൾ. MCBയുടെ ഔട്ട്പുട്ടാണ് നേരെ ഓരോ റൂമിലേക്ക് പോകുന്നത്. ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക്, കിച്ചണിലേക്ക്, വർക്ക് ഏരിയയിലേക്ക്, ഹാളിലേക്ക്, സിറ്റ് ഔട്ടിലേക്ക്, ഇങ്ങനെ വിവിധ ഏരിയയിലോട്ട് പോകും. അത് കിച്ചണിലേക്കൊക്കെ ആണെങ്കിൽ മിക്കവാറും 2.5ൻ്റെ 2 സർക്യൂട്ട്, 2 or 3 സർക്യൂട്ട്. ഒരു സർക്യൂട്ട് മോട്ടറിന് ഒരു സർക്യൂട്ട് മറ്റ് പ്ലഗിന്, എന്തൊക്കെ ലോഡുണ്ടോ അതിനനുസരിച്ച് ചിലപ്പം 2.5ൻ്റെ 2 സർക്യൂട്ടാവാം, ചിലപ്പോൾ ഒരു സർക്യൂട്ടാവാം. പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂമിലേക്കാണെങ്കിൽ ACക്ക് 4ൻ്റെയോ 4 mmൻ്റെയോ അല്ലെങ്കിൽ 2.5 mmൻ്റെയോ വയറ്, ഹാളിലേക്ക് 2.5 mmൻ്റെ സർക്യൂട്ട്, എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡിനനുസരിച്ച്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഐസൊലേറ്ററിൻ്റെ ഔട്ട്പുട്ട് നേരെ RCCBയുടെ ഔട്ട്പുട്ട് നേരെ MCBന്ന് ടു വേരിയസ് റൂംസ്. അപ്പോൾ ഈ ഒരു പിക്ചർ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ DB ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ ഐസൊലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ, ഇപ്പോൾ സിംഗിൾ ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എൻഡിൽ കൊണ്ടുവന്ന് ന്യൂട്രൽ കൊടുത്ത്, ഒരു എൻഡിൽ കൊണ്ടുവന്ന് ഫേസും കൊടുക്കും. എന്നിട്ട് ഇതിൽ നിന്ന് നേരെ അടുത്ത പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RCCB. അല്ലേ, ഇത് നേരെ കൊണ്ടുവന്ന് ഇതിനകത്ത് എഴുതിയിരിക്കും, N P എന്നൊക്കെ എഴുതിയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ RCCBയുടെ ഔട്ട്പുട്ട് നേരെ കൊണ്ടുവന്ന് ഇങ്ങനെ പല MCBകളാണ്. ആ MCBക്കകത്ത് ഇങ്ങനെ കൊടുക്കും. MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, മിനിയേച്ചർ
സർക്യൂട്ട് ബ്രേക്കർ.